എന്താ വലിച്ചു കയറ്റി വെച്ചേക്കുന്നത്? ഞാനേ സീരിയസ് ആയിട്ട് കുഴിക്കുളത്ത് പോയാലോന്ന് ആലോചിക്കുകയായിരുന്നു. ആ ഇപ്പൊ തന്നെ പോണം. ഇത്ര ദിവസം നിന്നിട്ട് ഇപ്പൊ തന്നെ പോവാൻ തോന്നിയല്ല. പോയി കഴിയുമ്പോ അച്ഛനും മോനും കൂടെ എന്നെ അങ്ങ് കൈകാര്യം ചെയ്തു. ഈ കേശുവിന് ഇതെന്താ കുഴപ്പം? അവൻ എന്തിനാണ് ചേട്ടൻ നേരെ തിരിഞ്ഞു നിൽക്കണേ? ചെറിയ കാര്യത്തിന് പോലും അച്ഛൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ സ്വഭാവം മാറും. അപ്പൊ പിന്നെ ഇപ്പൊ പറയാനുണ്ടാ? വിഷ്ണുവിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് അവനുണ്ടായിരുന്നു കുറെ സ്വപ്നങ്ങളൊക്കെ. അപ്പൊ അമ്മയ്ക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അമ്മ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല അമ്മ. അമ്മയ്ക്ക് വിഷമാവെന്ന് അറിയാം. പക്ഷെ നമ്മൾ ചേട്ടന്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചേട്ടനെ വിശ്വസിച്ച് ഒരു പെങ്കൊച്ചി കൊണ്ട് ഇറങ്ങി വന്നിട്ട് അവർക്ക് സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ അമ്മ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് ഞാൻ മാത്രം ചിന്തിച്ചാൽ മതിയാ? അച്ഛനും കൂടെ ചിന്തിക്കണമല്ലോ. ആ അച്ഛൻ മോളത്ര ഒറ്റ പോക്കാ. തിരിച്ചുള്ള വരവിനെ പറ്റി അച്ഛൻ ചിന്തിക്കാറില്ല. എന്താണ് ലക്ഷ്മേ അച്ഛനെ പരാമർശിച്ച് എന്തോ വലിയ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ? ഞങ്ങൾ അച്ഛന്റെ അവസ്ഥയെ പറ്റി പറയായിരുന്നു അല്ലേ അമ്മ? ഈ അല്ലേ അമ്മ ഇപ്പൊ മനസ്സിലായി. എന്നെ എന്തോ കുറ്റം പറഞ്ഞ് സംസാരിക്കുകയാണ്. അതിന് ഞാൻ അച്ഛനെ എന്തോ കുറ്റപ്പെടുത്താൻ അച്ഛാ? ലക്ഷ്മേ ആ പെണ്ണ് ചെറുക്കനെ വിളിച്ചോണ്ട് വന്നില്ലേ വീട്ടില്? അപ്പോഴും മുതല് നിനക്ക് അവിടെ ഒരു ചായ ഉണ്ട്. അത് വേണ്ട കേട്ടാ. അമ്മ ഞാൻ ആദ്യമേ പറഞ്ഞു അവിടെ നിൽക്കുന്നില്ല, കുഴിപ്പുറത്ത് പൊക്കോളാന്ന്. അടുത്ത് ഇനി അച്ഛനും മോളും കൂടെ തുടങ്ങും. ലച്ചുവിനെ കുഴിപ്പള്ളത്തോയ സൗകര്യമായി. അവിടെ നിന്നുകൊണ്ട് മുടിയെ വിളിക്കാല്ലേ, കാര്യങ്ങളൊക്കെ അറിയാല്ലേ. അപ്പൊ അപ്പുറമായി ഇപ്പുറമായി. ആ കൊള്ളാം, ലച്ചുവിന്റെ ബുദ്ധി കൊള്ളാം. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റ് കേട്ടാ. ചേച്ചി ഇപ്പോഴേ അവരുടെ അടുത്തോട്ട് ചായയുടെ കാര്യമൊന്നുമില്ല കേട്ടാ. ഡേയ് അപ്പൊ കുറച്ച് കഴിഞ്ഞ് ചായ കാണിക്കാന്നാ? അച്ഛൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചു. ആ ഒരു കാര്യം പറയാം. കുറച്ച് ദിവസം കഴിയുമ്പോഴേ അന്തരീക്ഷമൊക്കെ ശാന്തമായി പതുക്കെ പതുക്കെ ചേട്ടൻ്റെ കുടുംബമായിട്ടൊക്കെ ലയിച്ച് കളാന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ ആടിച്ച് തൊലി വിളിച്ചോളി കേട്ടല്ല. കാന്താരി മുളക് കലക്കി ഞാൻ മുറിവിലൊഴിക്കും. അയ്യോ കീയെന്നല്ല പറഞ്ഞ എന്നെ. നിനക്ക് ചേട്ടൻ്റെ അടുത്ത് ചായ ഉണ്ടാ? കൊള്ളാം, വേറെ ആരും ഇല്ല പിടിച്ച് കാണായിട്ടില്ല. നീലുവേ ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴേ അവനെ ഫോൺ വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കും. ഡേറ്റ് കളയാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് എഞ്ചിനീയർ വഴി സൈബർ സെല്ല് നല്ല പരിചയമാണ്. ഞാൻ കോൾ ലിസ്റ്റ് എടുക്കും. എല്ലാവരോടാണ് പറയണത് കേട്ടാ. അച്ഛാ അച്ഛൻ വെറുതെ എന്റെ കോൾ രജിസ്റ്റർ ഒന്നും എടുക്കാൻ നിൽക്കണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ പോകില്ല. ഇങ്ങോട്ടോട്ട് വിളിച്ചോട്ട് ഞാൻ എടുക്കാനും പോകില്ല. അച്ഛന്റെ മുമ്പിൽ കൂടുതൽ നല്ല വെള്ള ചമയരുത് കേട്ടാ. അവരവരുടെ ജീവിതം അവരെ അങ്ങ് ജീവിച്ചോളൂ. ലച്ചുവേ ലച്ചുവിനിപ്പോ ചെറിയൊരു ചായ ഉണ്ടല്ലോ, എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അച്ഛൻ എന്തിനാ ഇത് സംശയമാണല്ലോ അച്ഛാ? ഞാനൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലേ, ആളുടെ കാര്യം നോക്കി മര്യാദക്ക് ജീവിച്ചോളാം പോരെ? അങ്ങനെ ആയത് നിനക്ക് കൊള്ളാം. ശരി ലച്ചുവേ, ഓ തൽക്കാലം നീ ഇപ്പൊ കുഴിപ്പള്ളത്ത് പോണ്ട. ബാലു നിങ്ങൾ എന്തിനാ വെറുതെ അവളെ സംശയിക്കണത്? എനിക്ക് അവളെ മാത്രമല്ല എല്ലാരും സംശയമുണ്ട്. സദാസമയം എന്റെ നിഴല് പോലെ കൂടെ ഇരിക്കുന്നത് യവനവരെ നീ സംശയം. അച്ഛാ തന്നെ മക്കളെ അനുഭവം ഗുരു, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ആ നിന്നെ വിശ്വസിക്കാം, നീ കൊച്ചല്ലേ. ബാസി തിരിച്ചു വന്നിട്ടില്ലേ? ബാസിനെ കണ്ട? ഓ കണ്ട്. ഞാൻ അവിടെ എൻ്റെ മരത്തിൻ്റെ മൂട്ടിരിക്കുകയായിരുന്നു. അപ്പോഴും വന്ന് മുടിയൻ്റെ കല്യാണക്കാര്യം പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു ഭാഷ. എന്നെ ജംഗ്ഷനിലോട്ട് വിളിച്ച് ഞാനേ ജംഗ്ഷനിലോട്ട് പോയിട്ട് വരാം, എന്നാലേ ശരിയാ. എന്തിനാ ഇപ്പൊ ജംഗ്ഷനിൽ പോണത്? രണ്ടെണ്ണം അടിക്കാം. ആപ്പളെ തൊലഞ്ഞിരിക്കാനാടാ ഞാൻ നശിച്ചടി, പൂർണ്ണമായിട്ട് നശിച്ചു. നീ ആർക്കോട് ജീവിക്കുന്നത്? അച്ഛാ വേണ്ട അച്ഛാ, ഞാൻ വേണമെങ്കിൽ കാലുപിടിക്കുന്നു പറഞ്ഞില്ലേ അച്ഛാ. ഞാൻ ആലോചിക്കട്ടെ, നോക്കാം. വിഷ്ണു, എനിക്ക് വീട്ടിൽ ഡയറക്റ്റായിട്ട് വിളിച്ച് പറയാൻ പേടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ കാര്യം കേട്ടപ്പോൾ കുറച്ച് ഞെട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൻ വീട്ടിൽ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന്? എടാ ഞാൻ പറഞ്ഞോളൂ, നീ കേട്ടാ? കേട്ട്. അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം. ആകെ മൊത്തം ഇപ്പൊ നമ്മുടെ കൂടെ ആരും ഇല്ലല്ലേ? ആരും വേണ്ട, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ ഉള്ള എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കും. പിന്നെ മലയിടിഞ്ഞു വീണാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ല ധൈര്യം അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ. ആ അച്ഛൻ കൂടെ വന്നാലും ആ കേശു കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വല്ലാത്തൊരു ടൈപ്പല്ലേ. ഒന്ന് പോടി അവിടുന്ന്. അവൻ ഭയങ്കര പാവാ. അവൻ എല്ലാ കാര്യത്തിനോടും ഭയങ്കര സിൻസിയറാ. അച്ഛൻ എന്നോട് എത്ര സ്നേഹമുണ്ട് അതുപോലെ തന്നെ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ അടുത്ത് പറയായിരുന്നു എൻ്റെ കല്യാണത്തിന് ജുബയും മുണ്ടും സ്വർണ്ണമൊക്കെ ഇട്ട് ഒരു ട്രഡീഷണൽ ലുക്കിൽ കല്യാണ മണ്ഡപത്തിൽ ചെറുക്കൻ്റെ അനിയൻ കളിക്കുന്നു. എല്ലാം പോയില്ലേ. നിനക്ക് നമ്മുടെ കല്യാണം ഇങ്ങനെ നടന്ന ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? എടി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ വീട്ടുകാരുടെ വിഷമം കാണുമ്പോൾ ആർക്കാലും വിഷമാവില്ലടി.
പാറു ഇങ്ങ് വാ. പക്ഷെ അങ്ങ് പോയിക്കേ, ഇത് അടുത്ത ആവശ്യമില്ലാത്ത പ്രശ്നമാവും കേട്ടാ. എന്തോന്ന് വിഷ്ണു, അത് കുഞ്ഞല്ലേ, ഇങ്ങ് വാ മോളെ. എന്നാ വാ. ഡീ, നീ ഇങ്ങോട്ട് പറഞ്ഞ ആരും കണ്ടാ? ഇല്ല, ചേച്ചിയുടെ പഠിക്കുന്നു അമ്മ അടുക്കളയിൽ. ലച്ചോ? ലച്ചു ചേച്ചി മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ എവിടെ പോയി? കുടിക്കാൻ പോയി. കുടിക്കാൻ പോയി. കുടിക്കാനാ? മാസങ്ങളുടെ കൂടെ കുടിക്കാൻ പോയെന്ന്. കുടിക്കാനാ? ആ, അപ്പൊ വിഷ്ണുനച്ഛൻ കുടിക്കാറുണ്ടല്ലേ? ചുമ്മാ അല്ല ഈ സ്വഭാവം. ഒന്ന് മിണ്ടായിരിക്കോടി. അച്ഛൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കുടിക്കാറുള്ളത്? ഇത് പണ്ടൊക്കെയാടി, അതും വല്ലപ്പോഴും. ഇതിപ്പോ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ. അച്ഛൻ നശിക്കാൻ പോകുന്നു. ഇനി എന്തോന്ന് നശിക്കാൻ? എടി നീ ഒന്നും മിണ്ടാണ്ടിരിക്കോ? അച്ഛൻ ഭയങ്കര ഇന്നസെന്റാ. എനിക്ക് കണ്ടിട്ട് അത്ര ഇന്നസെന്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും നീ വിചാരിക്കും. ഇപ്പൊ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഒരു സമാനം തരുമോ കുറച്ചു നേരം? നിങ്ങളുടെ വേണ്ടി ആ തോല് വയ്ക്കാന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പോഴത്തെ എന്റെ അടുത്തുള്ള ദേഷ്യത്തിന് ചിലപ്പോ അച്ഛൻ അതും ചെയ്യും. മോള് പോവാൻ നോക്ക്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ മുന്നേ പോ. അവള് കുറച്ചേരം കൂടെ ഇവിടെ നിക്കട്ടെന്ന്. ഞാൻ പോണു, ഇവിടെ നിന്നാ പ്രശ്നമാവും. എന്നാ പൊക്കോ. ഒരു കാര്യം ചോദിക്കട്ടാ? എന്താ ചോദിച്ചോ? മിഠായി ഇരിപ്പുണ്ടാകാതെ തീരുന്ന? ചുമ്മാതല്ല അവൾ ഇങ്ങോട്ട് വന്നത്. പമ്മി പമ്മി മിഠായിക്ക് വേണ്ടിട്ടല്ലേ? ഒന്ന് പോകട്ടാ, ഞാൻ ചേച്ചിയെ കാണാനാ വന്നേ. മുട്ടായി ചേച്ചി നാളെ വാങ്ങിച്ചു തരാം കേട്ടോ. ആരും കാണാതെ ഇതുപോലെ വന്നാ മതി. അയ്യോ, മിഠായി എന്ന് പറഞ്ഞാൽ അവൾ എവിടെ വേണമെങ്കിലും വരും. ചേട്ടാ, അച്ഛൻ ലജു ചേച്ചി കൊറേ വഴക്ക് പറഞ്ഞു. ലച്ചുവിന് എന്തിനാ അച്ഛൻ വഴക്ക് പറയണത്? അച്ഛൻ പറയുന്നത് ലജു ചേച്ചി നിങ്ങൾ സൈഡാണ്. അച്ഛന് ചേച്ചി സംശയമുണ്ട്. ഞാൻ പോണു.